ഹായ് ഹലോ ഫ്രണ്ട്സ്. ഈശ്വരന് എല്ലാവർക്കും സൗന്ദര്യം വാരിക്കോരി കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. എങ്കിലും എല്ലാവർക്കും സൗന്ദര്യം നൽകിയിട്ടുണ്ട്, അവരുടേതായ ഒരു സൗന്ദര്യം. ചിലപ്പോൾ അത് കണ്ണായിരിക്കാം, മൂക്കായിരിക്കാം. ഏത് മനുഷ്യനെ നമ്മളൊന്ന് എടുത്ത് നോക്കൂ, എല്ലാവരും സുന്ദരി സുന്ദരന്മാരൊക്കെ അല്ലേ? അവരുടെ ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സ് ഒരു വെറൈറ്റി അല്ലേ? അതാ എല്ലാവർക്കും ഈശ്വരന് ഓരോ സൗന്ദര്യം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമ്മളാരും വലിയ സുന്ദരി സുന്ദരന്മാരൊന്നും അല്ലാതാവുന്നത്. എല്ലാവർക്കും നൽകിയിരിക്കുന്ന സൗന്ദര്യം അവരവർ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൊടുക്കൈകളൊക്കെ ചെയ്ത് ഒന്ന് സംരക്ഷിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സുന്ദരി സുന്ദരന്മാരൊക്കെ ആയിരിക്കും. എന്തായാലും ഇപ്പം ഞാൻ എൻ്റെ ഈ ഈശ്വരൻ തന്ന ഈ ചെറിയ സൗന്ദര്യം ഒന്ന് മിനുക്കിയെടുക്കാൻ തീരുമാനിച്ചേക്കുക. അപ്പോൾ അത് മിനുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒരുപാട് പൈസ ചിലവൊന്നും ഉള്ളതല്ല. വീട്ടിൽ മലക്കറി മേടിച്ചുകൊണ്ട് വന്നപ്പം അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് ഒരു തക്കാളി ഇല്ല, അരമുറി തക്കാളിയേ ഉള്ളൂ. അപ്പോൾ ഈ തക്കാളി കൊണ്ട് ഇന്ന് എൻ്റെ മുഖത്തൊരു ചെറിയ സ്ക്രബും പിന്നെ ഇതിൻ്റെ ഒരു ഫേസ് പാക്കുമാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മാറ്റം ഉണ്ടാവുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരും. ലൈവ് എന്ന് ഉദ്ദേശിക്കുന്ന വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരും കേട്ടോ. പിന്നെ ദാണ്ട് എൻ്റെ കഴുത്തൊക്കെ ദാണ്ട് നല്ല കറുത്ത പാടുകളൊക്കെ ഉണ്ട്, എൻ്റെ മുഖത്തൊക്കെ നല്ല പാടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. കാരണം നമ്മളെല്ലാവരും ദിവസേന ജോലിക്കും വേലയ്ക്കും ഒക്കെ പോകുന്നവരാകുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ സൗന്ദര്യമോ കാര്യങ്ങളോ ഒന്നും സംരക്ഷിക്കാൻ സമയം കിട്ടാറില്ല. ഒന്ന് നമുക്ക് സമയമില്ല, രണ്ടാമത് നമ്മൾ പൈസ ചിലവാക്കാൻ വളരെ മടിയായിരിക്കും. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ പൈസയായിരിക്കും. അതിൽ നിന്ന് സൗന്ദര്യം സംരക്ഷിക്കാൻ എവിടെ നിന്ന് കാശ് കണ്ടെത്താനാണ്? അപ്പോൾ അത് അങ്ങനെ പല കാരണത്താലും നമ്മൾ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. അങ്ങനെയാണ് നമ്മുടെ എല്ലാം സ്കിന്നിങ്ങനെ ഡാമേജ് ആയി പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിലെല്ലാം വെയിൽ കൊണ്ടിട്ട് നല്ല കരിവാളിപ്പുണ്ട്. നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വെയിൽ കൊണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും സമയം കിട്ടുന്നതായ സമയങ്ങളിൽ ഇതേപോലെയുള്ള ഹോം റെമഡീസൊക്കെ, അതായത് തക്കാളി, ചോറ്, പാല്, ഇതൊക്കെ നല്ല നല്ല വൈറ്റനിങ് പാക്കുകൾ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ നമ്മുടെ സൗന്ദര്യത്തിനൊരു ഇച്ചിരി മോടി ഒന്ന് കൂട്ടി നോക്കണേ. അപ്പോൾ നമുക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഇപ്പം ഞാനൊരു ഇത് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കും ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഈ തലമുടി ഒന്ന് കെട്ടി വെക്കാം. തോനെയൊന്നുമില്ല, ഉള്ള കാർക്കൂന്തലൊന്ന് പിടിച്ച് പൊട്ടി കെട്ടി വെക്കാം. ഞാൻ അത് പെടലിക്കൊക്കെ കടന്ന് അടിച്ച് എനിക്കൊരു ബുദ്ധിമുട്ടായാലോ. അപ്പം ഞാൻ ആദ്യമേ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയും തക്കാളിയും കൂടെ നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഇത് ഈ പെടലിക്കൊക്കെ ഞാൻ നന്നായിട്ട് ഉരയ്ക്കുന്നുണ്ട്. കാരണം എൻ്റെ ഈ പെടലിയിലൊക്കെ നല്ല കറുപ്പ് പാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പെടലിക്കൊക്കെ നല്ല വൃത്തിയായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസെല്ലാം നമ്മുടെ മുഖത്തായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം കൈകൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം, ഈ മുഖവും ഈ സൈഡ് ഭാഗവും എല്ലാം. അപ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് സ്ക്രബ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശക്തിയായിട്ടൊന്നും ഉരയ്ക്കണ്ട കേട്ടോ. നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഒരുപാടൊക്കെ ഓട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ മുറിഞ്ഞു പോവേ. ഒരുപാടൊന്നും ഉരയ്ക്കണ്ട, വൃത്തിയായിട്ട് ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടും നിങ്ങൾക്കിത് വിശ്വസിക്കാം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ വെളിവെളാന്നിരിക്കുന്ന പിള്ളേരൊക്കെ വന്നിരുന്നേ വെച്ചേ അതും ഇതുമൊക്കെ വാരി തേച്ചേ വെച്ച് ഞാൻ വെളുത്തു തുടുത്തു സുന്ദരിയായി എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ ഇരിക്കില്ല. അവരെന്തെല്ലാം ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവരങ്ങനെ ഇരിക്കുന്നതെന്നറിയാവോ. എന്തായാലും ഇതിപ്പോൾ ഞാൻ ക്രീമും ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ നിങ്ങളെയൊക്കെ കണക്ക് ഇപ്പം ഈ തേക്കുന്ന തേപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു റിസൾട്ട് എന്തുവാന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടിട്ട് വേണം നിങ്ങളും ചെയ്യാൻ. അപ്പോൾ ഓക്കെ, ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വയ്ക്കാം. ഇത് കുറച്ച് നേരം ഇരുന്ന് ഉണങ്ങട്ടെ. ചെറുതായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളഞ്ഞതിന് ശേഷം ഈ സ്ക്രബ് ചെയ്ത ഈ തക്കാളിയും അതിൻ്റെ കൂടെ ഒരു കുറച്ച് ചോറ് നമ്മളെന്നും വീട്ടിൽ ചോറ് വെക്കുമല്ലോ,
നല്ലൊരു നുള്ളി ചോറും 1 സ്പൂൺ പാലും കൂടെ ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നല്ല വൃത്തിയായിട്ട് അരച്ച് നമുക്കതൊരു പാക്കായിട്ട് ഇടാം. അപ്പോൾ ഇത് ഉണങ്ങുമ്പോഴത്തേനും നമുക്കൊന്ന് പോയിട്ട് ഇതൊന്ന് അരച്ച് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം ഞാൻ. അപ്പോൾ ഓക്കെ, പോവരുത്. ഇനി അരച്ച് പായ്ക്കാക്കി ഇടുന്നതും കൂടെ കണ്ടിട്ടേ പോവാവൂ. എന്നിട്ട് വെളുത്തോ വെളുത്തില്ലയോ എന്നറിയണം. അതുകൊണ്ട് പോവരുത് ആരും എങ്ങും. വെളുത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, വെളുത്തെങ്കിൽ മാത്രം നിങ്ങളും ചെയ്താൽ മതി. കാശിയിലൊന്നും ഇല്ലല്ലോ, ഇച്ചിരി സമയം പോകുന്നല്ലേ ഉള്ളൂ. അപ്പം എന്താണ്ട് എൻ്റെ ഈ മുഖത്തെ ഈ സാധനം ഉണങ്ങി, കണ്ടോ? ഉണങ്ങി നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് കഴുകിക്കളയണ്ട, തുടച്ച് കളയാം. കാരണം തുടച്ച് കളഞ്ഞാൽ നല്ലപോലെ തുടച്ച് കളഞ്ഞാൽ മതി. കാരണം ഇതിനകത്ത് ഇരിക്കുന്ന സാധനം എന്ന് പറയുന്നത് വിഷമൊന്നും അല്ലല്ലേ, കെമിക്കൽ. നമ്മുടെ തക്കാളിക്കായിരിക്കും, തക്കാളിയുടെ നീരും പഞ്ചസാരയും ഇല്ലും. അതുകൊണ്ട് തുടച്ച് കളഞ്ഞാൽ നല്ല വൃത്തിയായിട്ട്. അതുകൊണ്ട് തുണിയൊക്കെ മുക്കി നല്ല വൃത്തിയായിട്ട് നമുക്ക് തുടച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ കൊള്ളാം കേട്ടോ. എന്തൊക്കെയോ ഒരു ചെറിയ മാറ്റം ഇല്ലേന്നൊരു സംശയം. എന്തോ ഒരു ചെറിയ വ്യത്യാസം എവിടത്തെയോ തോന്നുന്നില്ലേ? ആദ്യം കണ്ടതുപോലൊക്കെ തന്നെ ഇരിക്കുവാണോ? എന്തോ ഒരു തിളക്കം. കറുത്ത പാടിനൊക്കെ കുറച്ച് മങ്ങൽ വന്നു. അതോ ഇനി എൻ്റെ തോന്നലാണോ? എന്തായാലും ഞാൻ നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുടച്ചിട്ട് ദാണ്ടേ ഞാൻ അരച്ച സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. അയ്യോ, കളഞ്ഞു പോവുമല്ലേ. അപ്പോൾ കാണിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ? കണ്ട കണ്ട. അപ്പോൾ ഇത് ചോറ്, പിന്നെ നമ്മുടെ ഞാൻ മുഖത്തിട്ട് ഉരച്ച തക്കാളിക്ക, 1 സ്പൂൺ പാല്, ഇത്രയും സാധനമേ ഉള്ളൂ ഇതിനകത്ത്. അത്രയും കൂടെ അരച്ച ആ ഒരു സാധനമാണ് ഇത് ഇച്ചിരി കണ്ടോ, ഇത് ഇച്ചിരി ലൂസായിപ്പോയി എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് ഇനി തേച്ച് കൊടുക്കാം. മുഖമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇച്ചിരി തിളക്കമൊക്കെ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് തേച്ച് കൊടുക്കാം. എന്ത് സാധനം തേക്കുമ്പോഴും ഈ കഴുത്തേലൂടെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മുഖത്തിനൊരു കളറ്, കഴുത്തിന് വേറൊരു കളറ്, ഇങ്ങനെയൊക്കെ വരും. അപ്പം നമുക്ക് കഴുത്തിനും കൂടെ ഒക്കെ തേച്ച് കൊടുക്കാം. വെളുക്കുന്നെങ്കിൽ മൊത്തത്തിൽ വെളുക്കട്ടെന്നേ. ഇതാകുമ്പം കുടുംബവും വെളുക്കത്തില്ല, നമ്മളെ ഇച്ചിരി വെളുക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പം ഇച്ചിരി കട്ടിക്കൊക്കെ അങ്ങ് തേച്ച് വെക്കാം. തേക്കുമ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് തേച്ച് കേട്ടോ. ഏത് സാധനവും തേക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ തേച്ച് വെച്ച് തേക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതാകുമ്പോൾ നമ്മുടെ മുഖത്തോട്ട് പിടിക്കും. ഇച്ചിരി കയ്യേലും കാലിലും ഒക്കെ കൂടെ ഇച്ചിരി കയ്യേലൂടെ ഒക്കെ അങ്ങ് തേച്ചേക്കാം. ഇനി കയ്യൊക്കെ വെളുക്കുന്നെങ്കിലോ. എന്തായാലും ഇച്ചിരി തോനെയുണ്ട് സാധനം. മുഖം മാത്രമായിട്ട് വെളുക്കണ്ട, മുഖം വെളുത്ത പെണ്ണ്. ആ മുഖം വെളുത്ത പെണ്ണെന്ന് പറയത്തില്ല എല്ലാവരും. കയ്യും കാലും ഒക്കെ കാലേ തേക്കൊന്നും വേണ്ട. കാലൊക്കെ പാൻറ്റി കിടക്കുന്നതാണോ ആരും കാണത്തൊന്നുമില്ലെന്നേ. കയ്യൊക്കെ ആകുമ്പം കാണുമല്ലേ. കയ്യിലൂടെ ഒക്കെ ഇച്ചിരി അങ്ങ് തേച്ചേക്കാം. എന്തായാലും തേക്കുമല്ലോ, കൈയൂടെ ഒക്കെ വെളുത്തിരിക്കട്ടെ. അപ്പം നിങ്ങളിരുന്ന് കണ്ട് ബുദ്ധിമുട്ടണ്ട. ഞാനിവിടെ ഇരുന്ന് കുത്തിയിരുന്നിരിക്കാൻ തേച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഇനി ഇത് തേച്ചിട്ട് ഇത് കഴുകാൻ നേരം ഞാൻ കാണിക്കാം. എങ്കിൽ ഇനി നിങ്ങളിരുന്ന് പറയണേ പെണ്ണുമ്പുള്ള മോന്തയ്ക്ക് തേക്കുന്ന മൊത്തം ഞങ്ങളെ കാണിച്ചിരുന്ന് ബുദ്ധിമുട്ടിക്കുക. പെണ്ണുമ്പുള്ള റിസൾട്ട് അങ്ങോട്ട് കാണിക്കാനുള്ളതിനൊന്നും വേണ്ട. ഇനി ഞാൻ റിസൾട്ട് കാണിക്കാം. കൊള്ളാമെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. കൊള്ളത്തില്ലെങ്കിൽ ചീറ്റിപ്പോയെന്ന് പറഞ്ഞ് ഞാനങ്ങ് ആശ്വസിക്കാം. അപ്പോൾ ചീറ്റാൻ വഴിയില്ല കേട്ടോ. എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി കഴുകാൻ നേരം ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിട്ട ആ സാധനം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ നല്ലതുപോലെ വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴുത്തേലൊക്കെ ഇട്ട്
എന്നിട്ട് എൻ്റെ കയ്യിലും ഇട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് നോക്കാം. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാണ്ട കഴുകിയിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പം ദാണ്ട ഉണ്ടോ നല്ലപോലെ എല്ലാം പോയിട്ടുണ്ട്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ദാണ്ട എൻ്റെ കഴുത്തേലേക്ക് ആ പാടൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഉണ്ട് ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കറുത്തിരുന്നേ ഇല്ലായിരുന്നു. അതൊക്കെ ഇത്രയും നല്ല റിസൾട്ടൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്നാൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി എൻ്റെ കയ്യിലുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ അതാണ്ട് ഈ ഒരു അലവേരയാണ്. അപ്പോൾ ഈ അലവേര നല്ല ഫ്രഷ് അലവേരയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് അലവേര ഇല്ലെന്നുണ്ടെങ്കിൽ 99 രൂപ കൊടുക്കുമ്പോൾ ധാത്രിയുടെ അലവേര നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ച് തേച്ചാലും മതി. നമ്മൾ ഏത് പായ്ക്കിട്ടാലും പായ്ക്കിട്ടതിന് ശേഷം ഈ അലോവേര ജെല്ല് കുറച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലത്. അപ്പം ഞാൻ ദാണ്ട ഈ ഫ്രഷ് അലോവേരയുടെ ജെല്ലാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ. പക്ഷേ നല്ല സൂപ്പർ റിസൾട്ട്, കിടുക്കാച്ചി റിസൾട്ട്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പം നിങ്ങൾ സമയം കിട്ടിയാൽ ഉറപ്പായിട്ടും ഇത് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, അതിന് ഒരാളെ കണ്ടുള്ളെങ്കിൽ പോലും ആ ഒരാൾ ഇത് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം അത്ര നല്ല റിസൾട്ടാണ്. കണ്ടില്ലേ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ എങ്ങനെ ഇരുന്നത്, അതെല്ലാം മാറിയില്ലേ. ഈ കഴുത്തിൻ്റെയൊക്കെ ഇവിടത്തേക്ക് ഇതൊക്കെ ഇത്രയും പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമുക്ക് വളരെ പൈസ ചിലവെന്നുള്ള ഒരു സാധനവും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ദിവസേന നമ്മൾ ഉപയോഗിക്കുന്ന സാധനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഈ ഒരു പൈസ ചിലവും ഇല്ലാതെ ഇത്രയും സൗന്ദര്യം, നമുക്ക് സൗന്ദര്യം ഒന്നും പറയാൻ പറ്റത്തില്ല, ഇത്രയും മുഖത്ത് ഇത്രയും നല്ല ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളത് വേണ്ടാന്ന് വെക്കുന്നത്, എന്തിനാണ് നമ്മളത് ചെയ്യാതിരിക്കുന്നത്? ഒരു ഇച്ചിരി സമയം മാത്രമേ നമുക്ക് നഷ്ടപ്പെടത്തുള്ളൂ. അപ്പോൾ ഓക്കെ, അതാണ്ട് ഞാൻ നല്ല വൃത്തിയായിട്ടാണ് അലോവേരയുടെ ജെല്ലൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ മുഖത്ത് തന്നെ, നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കഴുകിയൊന്നും വേണ്ട. ഇത് മുഖത്ത് തന്നെ ഇരുന്നങ്ങ് ഉണങ്ങി അങ്ങ് സെറ്റായിക്കോളും. അലോവേര ഏറ്റവും നല്ല സാധനമാണ്. സ്കിന്നിനകത്തുള്ള കരുവാളിപ്പും എല്ലാം മാറാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് അലോവേര. അപ്പോൾ ഇത് കഴുകിയൊന്നും കളയേണ്ട. അഥവാ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും ജസ്റ്റ് ചുമ്മാ വാട്ടറിനകത്തൊന്ന് വെള്ളത്തിലങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവരും ഇത് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ കണ്ടോ ഇത്രയും നല്ലൊരു റിസൾട്ട്. ഈ കഴുത്തൊക്കെ നിങ്ങൾ മറ്റേ ആ തുടക്കത്തിലെ വീഡിയോ എടുത്ത് നോക്കിയാൽ അത് എങ്ങനെ ഇരുന്നതാണ്. ഇത്രയും നല്ലൊരു റിസൾട്ട്. ഞാൻ ഡ്രസ്സ് മാറി, കാരണം ഞാൻ വാരിക്കോരി തേച്ച വഴിക്ക് എൻ്റെ ഡ്രസ്സേ മൊത്തം വീണായിരുന്നു. അപ്പം ഞാൻ പോയി ഡ്രസ്സ് മാറി മേല് ഒന്ന് കഴുകി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പാക്ക് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴുകാനിട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇതൊക്കെ വാരി തേക്കാൻ. എൻ്റെ കൈയൊക്കെ കണ്ടോ, എൻ്റെ കൈയൊക്കെ കണ്ടോ, നല്ലോണം വെളുത്ത്, നല്ല കളർ വെച്ച്. നോക്കേ, ഇങ്ങനെ ഇരുന്നയാണോ? ഇങ്ങനൊന്നും ഇരുന്നില്ല. ഞാൻ ഈ വെയിലൊക്കെ കൊണ്ട് കറുവാളിച്ചിട്ട് നിങ്ങൾ ആദ്യത്തെ തുടക്കത്തിലെ വീഡിയോ കണ്ടില്ലേ. അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറയണം. അപ്പോൾ ഓക്കെ, ബൈ.